സാവേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോർട്ട്യാർഡ് ഗാർഡനിങ്ങുമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഫസ്റ്റ് കാണിച്ചേക്കുന്ന പ്ലാന്റ് കലാത്തിയ വെറൈറ്റിയിൽ വന്നേക്കുന്നതാണ്. കലാത്തിയ സീബ്രയാണ് കാണിച്ചേക്കുന്നത്. ഇതൊരു ഇൻഡോർ ആണ്, അതായത് ഇതിന് ഷെയ്ഡ് അത്യാവശ്യമാണ്. ഷെയ്ഡിൽ മാത്രമേ ഇത് ഗ്രോ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഒരു മണി പ്ലാന്റ് ആണ്. ഇതൊരു നോർമൽ മണി പ്ലാന്റ് ആണ്. ഇത് ഒരു ഫിഷ് ടാങ്കിൽ ഞാൻ വാട്ടറിലാണ് ചെയ്തേക്കുന്നത്. ഇത് ലെങ്തി ആയിട്ട് താഴേക്ക് ഹാങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ ലോങ് ലീഫിൽ വരുന്ന സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റിൽ 2 വെറൈറ്റി ഉണ്ട് ഇവിടെ. ലോങ് ലീഫിൽ വരുന്നതും അതുപോലെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. ഷോർട്ട് ലീഫായിട്ട് വരുന്ന മിനിയേച്ചർ. ഇത് മിനിയേച്ചറാണ്. സ്പൈഡർ പ്ലാന്റിലെ മിനിയേച്ചർ സ്പൈഡർ പ്ലാന്റ് ആണ് കാണിച്ചേക്കുന്നത്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് ഒരു പീസ് ലില്ലിയാണ്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. പീസ് ലില്ലി വൈറ്റ് കളേർഡിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വരുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. ഇതിനും ഷെയ്ഡ് അത്യാവശ്യമാണ് പീസ് ലില്ലി. ഇത് ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ ഇതൊരു ക്ലൈംബർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഇത് നമുക്കൊരു സ്റ്റാൻഡിലേക്ക്, അതായത് ഒരു PVC പൈപ്പിലേക്ക് ചൂടിക്കയറ് പോലെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നന്നായിട്ട് വളർന്നോളും. അതേ പ്ലാന്റിന് ഫിലോഡെൻഡ്രോൺ തന്നെ സാധാ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യുന്നത് പോലെ വെച്ചതാണ്, ചെടിച്ചട്ടിയിൽ വെച്ചതാണ് ഈ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഒരു സെക്യുലൻ്റ് ആണ്. സെക്യുലൻ്റ് ജാനുവരി ഫ്ലവർ എന്നാണ് നമ്മൾ പറയാറ്. കലാഞ്ചോ എന്നാണ്. കലാഞ്ചോ അതും വെറൈറ്റി കളേഴ്സിലുണ്ട്. ഇവിടെയുള്ളത് നമ്മളെ കയ്യിലുള്ളത് യെല്ലോ ഷെയ്ഡിൽ വരുന്ന യെല്ലോ കളേർഡ് ആയിട്ടുള്ള കലാഞ്ചോ ആണ്. ഇതിൻ്റെ റെഡ്, വൈറ്റ്, പേർപ്പിൾ ഒക്കെ ഉണ്ട്. വൈറ്റിലൊക്കെ ഉണ്ട് കലാഞ്ചോ. ഇതിന് കൂടുതൽ വെള്ളം ആവശ്യമില്ല. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് സിങ്കോണിയാണ്. സിങ്കോണിയം കൂടുതൽ ലൈൻസ് വരുന്ന ടൈപ്പിൽ വരുന്നതാണ്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് നമുക്ക് ഹൈറ്റിലേക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സിങ്കോണിയം. ഇത് സ്പൈഡർ പ്ലാന്റിൽ തന്നെ ലോങ് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ലോങ് ലീഫ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഇത് നമ്മൾ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് നട്ട് പിടിപ്പിച്ചതാണ്. പീസ് ലില്ലിയാണ്. പീസ് ലില്ലി ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതായത് ഒരു വയലറ്റ്, ഒരു പേർപ്പിൾ ആ കളറിലേക്ക് വരുന്ന ഷെയ്ഡ് കിട്ടുന്ന പുതിയ യങ് വൺ ആണ്. നട്ടിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതൊരു ഫേണാണ്. നല്ല ബുഷിയായിട്ട് വളരുന്ന ഫേണാണിത്. ഇതും യങ് ആണ്. ബേബി പ്ലാന്റ് ആണ്. വെച്ചേ ഉള്ളൂ. ഇത് ബ്ലൂ കളറിൽ വരുന്ന ഷാഗി ഡ്വാഫ് മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇതിൻ്റെ പേര്. ഷാഗി ഡ്വാഫ് മോർണിംഗ് ഗ്ലോറി. നല്ല മോർണിംഗിൽ ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഉച്ചയോടെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇതായിപ്പോവും. ഇത് യെല്ലോ കളറിൽ വരുന്ന കോളനിയായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. യെല്ലോ കളേർഡാണ് ഫ്ലവർ. ടിക് സീഡ് പ്ലാന്റ് ആണ്. ടിക് സീഡ് എന്നാണ് ഇതിനെ പറയാ. ടിക് സീഡ്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് റബ്ബർ പ്ലാന്റ് ആണ്.
അല്ലെങ്കിൽ റബ്ബർ ഫിഗ് എന്നും പറയും. ഇതിനും വെറൈറ്റി കളേഴ്സിലുണ്ട്. നമ്മളെ കയ്യിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ, റബ്ബർ പ്ലാന്റ്. ഇത് വളരെ ഹൈറ്റിൽ വളരുന്നതാണ്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് വയലറ്റ് കളേർഡിൽ, ഇതിൻ്റെ പേര് എക്സാക്റ്റ് എനിക്കറിയില്ല. ഇത് സ്പൈഡർ പ്ലാന്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ള. കാരണം കുറച്ച് ലെങ്തി ആയിട്ട് വളരുമ്പോൾ അതിനൊരു സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് സ്പൈഡർ പ്ലാന്റിൻ്റെ കൂടെ നട്ടുപിടിപ്പിച്ചിട്ടാണുള്ളത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. വയലറ്റ് കൂടാതെ വൈറ്റിലുണ്ടായിരുന്നു. വൈറ്റ് നശിച്ചുപോയി. ഇപ്പം ഈ ഒരു കളറിൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കലാത്തിയ, വേറൊരു ചട്ടിയിലുള്ള കലാത്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയാണ്. ഇതിന് വാട്ടർ കുറവേ വേണ്ടൂ. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വാട്ടർ കിട്ടാതായി കഴിഞ്ഞാൽ ഇത് ലീഫ് തന്നെ കാണിച്ച് നിൽക്കും, വെള്ളം വേണം എന്നുള്ള രീതിയിൽ. ഇംപേഷ്യൻസ് ആണ് കാണിച്ചേക്കുന്നത്. ഇത് മിക്സ് ആയിട്ടാണ് ഈ ഫ്ലവർ, വൈറ്റും പിങ്കും ആയിട്ട്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് പെൻറ്റാസ് ആണ്. പെൻറ്റാസിൽ പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. 3 കളേഴ്സിലാണ്. വൈറ്റും ഉണ്ട്, വയലറ്റും ഉണ്ട്, പിങ്കിലും ഉണ്ട്. 3 കളേഴ്സിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് ഫിലോഡെൻഡ്രോൺ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഫിലോഡെൻഡ്രോണിൽ കുറേ ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ല ഒരു ഹെൽത്തി ആയിട്ട് അത്രയും ഹൈറ്റിൽ ടോപ്പിലേക്ക് വളർന്നിട്ടുണ്ട്. PVC പൈപ്പ് വെച്ചിട്ട് ചെയ്തതാണിത്. നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാനും പറ്റും. ഫ്രണ്ടിൽ നമ്മളെ ഫ്രണ്ടിലൊക്കെ വരാന്തയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രോണ്. ഇതിലൊരുപാട് വെറൈറ്റി ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫ് കണ്ടാൽ അറിയാം, ഇതൊരു സിഗ്സാഗ് ആയിട്ടാണ് ലീഫ് ഉള്ളത്. വേറെയും വെറൈറ്റീസ് ഉണ്ട് ഫിലോഡെൻഡ്രോണിൽ. ഇവിടെ 2 വെറൈറ്റിയാണുള്ളത് ഫിലോഡെൻഡ്രോണ്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. യെല്ലോ സൈഡിൽ വരുന്ന ടൈപ്പാണ് ഇത് കാണിച്ചേക്കുന്നത്. ഗ്രീനും യെല്ലോയിലും വരുന്ന സ്നേക്ക് പ്ലാന്റ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. ഗ്രീനിൽ വരുന്ന, ഗ്രീൻ ഷെയ്ഡ് മാത്രം വരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. നല്ല ഫ്രഷ് എയർ ചെയ്യുന്ന, അതുപോലെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. റിമൈനിങ് പ്ലാന്റ്സുമായി നെക്സ്റ്റ് പാർട്ട് 2 വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.